ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം പാളയത്ത് അക്രമം തടയാൻ ശ്രമിച്ച പോലീസുകാരന്റെ കൈ കടിച്ചു മുറിച്ച് യുവാവ്. വെള്ളക്കടവ് സ്വദേശി ഋതു മാത്യുവാണ് പോലീസുകാരനെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ SI പ്രസൂണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുകയാണ്. അഞ്ജു, എന്താണ് ഈ സംഭവത്തിന്റെ വിശദാംശം? ഈ ന്യൂ ഇയർ ദിനത്തിൽ പുതുവത്സര ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ ആളുകളെയൊക്കെ പിരിച്ചുവിടുകയായിരുന്നു പോലീസ്. അങ്ങനെയാണ് പാളയം ഭാഗത്ത് കുറച്ചുപേർ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് 3 പോലീസുകാര് ആദ്യം ബൈക്ക് പെട്രോളിങ്ങിനായിരുന്നു പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് 2 CPOക്കാരായിരുന്നു. ഇവർ പാളയം മാർക്കറ്റിന് മുൻവശത്താണ് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ ഈ പ്രതിയായിട്ടുള്ള മാത്യു ജേക്കബ് ഇയാൾ ലഹരി അതായത് മദ്യപിച്ചോ മറ്റോ ബഹളമുണ്ടാക്കിയാണെന്ന് കണ്ടാണ് പോലീസുകാർ അവിടെ ചെല്ലുന്നത്. അവിടെ ആളുകളെ ആക്രമിക്കുന്നത് തടയാൻ വേണ്ടി CPOക്കാർ ആദ്യം പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെങ്കിലും അവർക്ക് നേരെ അക്രമം ഉണ്ടാകുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ എത്തിയിട്ടുള്ള കന്റോൺമെന്റ് സ്റ്റേഷനിലെ SI ആയിരുന്നു ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ശേഷം ഇദ്ദേഹത്തിന് നേരെ അക്രമം ഉണ്ടാകുകയാണ് ഉണ്ടായിരുന്നത്. ഈ SIയുടെ കൈ ഈ യുവാവ് കടിച്ചു പറിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കൈക്കും ഒപ്പം തന്നെ വലത് കാല് ചവിട്ടി ഒടിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ പ്രസൂൺ നമ്പിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അടക്കം പോലീസ് ഇന്നലെ തന്നെ പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും പുതുവത്സര ദിനത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം പോലീസിന് നേരെ ഉണ്ടാകുന്നത്. ഈ അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസുകാരന്റെ കൈയും കാലും ചവിട്ടി ഒടിക്കുന്ന നിലയിലേക്കും കൈ കടിച്ചു പറിക്കുന്ന നിലയിലേക്കും എത്തിയത്. ശരി.